നമസ്കാരം. അച്ഛന് പാരമ്പര്യമായി കിട്ടിയ സ്വത്ത് മുഴുവനായും മകന് തന്നെ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അച്ഛൻ ഒരു വിൽപത്രം തയ്യാറാക്കുകയാണ്. എന്നാൽ ഈ പാരമ്പര്യമായി ലഭിച്ച സ്വത്തിൽ മകൾക്കും തുല്യാവകാശമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഏക മകൾ അച്ഛനും അമ്മയ്ക്കും സഹോദരനുമെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ്. ഈ കേസിൽ ഈ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി 2025 ജൂലൈ 7-ാം തീയതി മകളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. രജനി NP വേഴ്സസ് രാധാ നമ്പിടി എന്ന കേസിൽ ജസ്റ്റിസ് ഈശ്വരൻ്റേതാണ് വിധി. സ്കന്ദപുരാണത്തിലെ 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു പുത്രി എന്നുള്ള വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിധി തുടങ്ങുന്നത് തന്നെ. എന്തായാലും നിലവിൽ പാരമ്പര്യ സ്വത്താണെങ്കിൽ കൂടെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വയാർജിത സ്വത്തായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് വസ്തു കൈമാറ്റം ചെയ്യാം എന്നുള്ള നിലവിലെ നിയമങ്ങൾക്കൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ പുതിയ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വിധിയെക്കുറിച്ചും അതിൻ്റെ നിയമങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കേസിൽ പ്രധാനമായും 2 നിയമങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ അതിലെ അമെൻമെൻറ്റ് 2005 അമെൻമെൻറ്റ് ആക്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത് കേരള ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് 1975 ഒരു നിയമം. ഈ 2 നിയമങ്ങളാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കോടതി വിധികളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഫയൽ ചെയ്തത് ട്രയൽ കോടതിയിൽ ഈ കേസ് തള്ളിപ്പോവാണ് ചെയ്തത്. അപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. വിൽപത്രം രജിസ്റ്റർ ചെയ്തെങ്കിലും അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, പ്രാബല്യത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും കൂടെ ഈ കേസിൽ പ്രതികളായിട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത്. എന്നാൽ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ മരിക്കുന്നുണ്ട്, ഈ വിൽപത്രം പ്രാബല്യത്തിലാവുന്നുണ്ട്. താഴെ കോടതി ട്രയൽ കോടതി കണ്ടത് ഇത് അച്ഛൻ്റെ സ്വത്താണ്, അതുകൊണ്ട് അച്ഛന് ഇഷ്ടമുള്ള ആളുകൾക്ക് അച്ഛന് ഭാഗം കിട്ടിക്കഴിയുമ്പോൾ അച്ഛൻ്റെ സ്വത്തായി. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് ഭാഗം വെച്ച് കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് മകൾക്ക് ഇതിൽ അവകാശം പറയാൻ പറ്റില്ല, വില്ല് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്, വിൽപത്രപ്രകാരം മകന് പരിപൂർണ്ണ അവകാശം ലഭിക്കും എന്ന് കണ്ട് കേസ് തള്ളിപ്പോവുകയാണ് ചെയ്തത്. അതിനെതിരെ ഫസ്റ്റ് അപ്പീൽ ജില്ലാ കോടതിയിൽ കൊടുത്തു. അവിടെയും ഈക്വൽ റൈറ്റ് അവിടെ കിട്ടിയില്ല, ഒരു ചെറിയ ഭാഗം മാത്രമാണ് അനുവദിച്ചു കൊടുത്തത്. അച്ഛൻ്റെ ഷെയർ മാത്രമേ വിൽപത്രത്തിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാരണം കൊണ്ട് അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. കുറച്ച് ഷെയർ മാത്രമാണ് അതിൻ്റെ അകത്ത് കിട്ടിയത്, ഈക്വൽ ഷെയർ അവിടെ അനുവദിച്ചില്ല. അപ്പോൾ അതിനെതിരെ വീണ്ടും ഈ മകൾ അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാണ്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇതിന് പുറകിൽ കൃത്യമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ അപ്പലൻ്റായ മകളുടെ അഭിഭാഷകൻ്റെ വാദം പ്രധാനമായും 4 കാര്യങ്ങളിലാണ്. ഒന്ന്, ഈ ഹിന്ദു സക്സഷൻ ആക്ട് 2005 അമെൻമെൻറ്റ് പ്രകാരം മകൾക്ക് ബൈ ബർത്ത് തന്നെ ഒരു വസ്തുവിൽ പാരമ്പര്യ സ്വത്തിൽ ബൈ ബർത്ത് തന്നെ അവകാശം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. തുല്യാവകാശമാണ് അത്. മകനും മകൾക്കും 2 അവകാശങ്ങൾ പറയാനും പറ്റില്ല. തുല്യ അവകാശം ബൈ ബർത്തിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് പുതിയ അമെൻമെൻറ്റ് 2005 വന്ന അമെൻമെൻറ്റ് അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്. പിന്നെ ഈ കേരളത്തിലെ നിയമം ജോയിൻറ്റ് ഫാമിലി ഹിന്ദു ഫാമിലി സിസ്റ്റം അബോളിഷൻ ആക്ട് പ്രകാരം ആ നിയമം ഈ നിയമമായി ഒരു കോൺട്രഡിക്ടറി ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. ഈ 2005 ഹിന്ദു സക്സഷൻ ആക്ടിൽ ഒരു ഓവർ റൈഡിങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ നിയമമാണ് പ്രിവെയിൽ ചെയ്യുക, അതാണ് നിലനിൽക്കുക. ഈ എബോളിഷൻ ആക്ട് കേരള ആക്ട് നിലനിൽക്കില്ല എന്നുള്ളൊരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആർഗ്യുമെൻ്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരൊരു വിനീത ശർമ്മ വേഴ്സസ് രാകേഷ് ശർമ്മ എന്നുള്ള സുപ്രീം കോടതിയിൽ സുപ്രധാന വിധി അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ ബൈ ബർത്ത് മകൾക്ക് റൈറ്റ് കിട്ടുന്നു എന്നുള്ള ശരിവെക്കുന്ന ഒരു സുപ്രധാന വിധിയാണ്. അപ്പോൾ അതും അവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിൽപത്രം ശരിയല്ല എന്നുള്ളതാണ്. കാരണം വിൽപത്രം അച്ഛന് ഈ ഒരു കോപ്പാർസിനറി എന്ന് പറയുക ജോയിൻ്റ് ഓണർഷിപ്പാണ് അച്ഛനുള്ളത്. ഇത് ഒരു തറവാട് അല്ലെങ്കിൽ എന്താ പറയുക ജോയിൻറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഷെയർ മാത്രമേ ഉള്ളൂ. ആ ഷെയർ മാത്രമേ അച്ഛന് വിൽപത്രം എഴുതി വയ്ക്കാൻ പറ്റുള്ളൂ. പരിപൂർണമായിട്ടുള്ള മൊത്തം ഭൂമി അച്ഛന് ഷെയർ എഴുതി വയ്ക്കാനുള്ള റൈറ്റ് ഇല്ല എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് ഈ അപ്പലൻറ്റിൻ്റെ മകളുടെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ റെസ്പോണ്ടൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് മകൻ്റെ ഭാഗത്തുനിന്ന് അവരിതിനെ ఖంഡിക്കുന്നത് ഈ പറഞ്ഞ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഈ എബോളിഷൻ ആക്ടിനെ പിടിച്ചുകൊണ്ടാണ്. ആ എബോളിഷൻ ആക്ട് അനുസരിച്ചിട്ട് ഈ 1/12/1976 മുതൽ ഇവിടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം നിലവിലില്ല കേരളത്തിൽ, കേരള ആക്ട് അനുസരിച്ചിട്ട്.
അതുപോലെ തന്നെ ഈ ആക്ടും 2005 ഹിന്ദു സക്സഷൻ ആക്ടും തമ്മിൽ ഒരു എന്താ പറയുക, അതിനെ എതിർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാദങ്ങളൊന്നും തന്നെ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അത് സെപ്പറേറ്റ്ലി നിൽക്കുന്നുണ്ട്. ഈ എബോളിഷൻ ആക്ട് വേറെ ആയിട്ട് തന്നെ നിൽക്കുന്നത്, ഇത് രണ്ടും തമ്മിൽ ഒരു തർക്കത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ റെസ്പോണ്ടൻ്റ് അഭിഭാഷകരുടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഒരു സംഭവം വരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എബോളിഷൻ ആക്ട് അനുസരിച്ചിട്ട് ഈ 1/12/76 തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് നിയമം തന്നെ ഈ 1/12/76 ഈ നിയമം വരുന്നത്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എബോളിഷൻ ആക്ട് വരുന്നത് അന്ന് മുതൽക്ക് ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടിയൊക്കെ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒരു പാർട്ടീഷൻ നടന്നതായിട്ട് കണക്കാക്കുന്നതാണ്. ആ നിയമം നിലവിൽ വന്ന ദിവസം തന്നെ ഒരു പാർട്ടീഷൻ നടന്നതായിട്ട് കണക്കാക്കും എന്നുള്ളതാണ് ആ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഈ ബൈ ബർത്തിൻ്റെ ഒരു സംഭവം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിൽപ്പത്രം അയാൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എഴുതി വെക്കാനുള്ള റൈറ്റ് അവിടെ ഉണ്ട്. വിൽപ്പത്രം വാലിഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ഇതിൽ ഈ അപ്പലൻറ്റിൻ്റെ വാദമാണ് കൂടുതൽ ശരി വെച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് 2005 നിയമം എന്ന് പറയുന്നത് സ്ത്രീകളോടുള്ള വേർതിരിവ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ 2005 ഈ 1975 മറ്റ് എബോളിഷൻ ആക്ട്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം എബോളിഷൻ ആക്ട് 1975 ആ നിയമത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റ് 2005 പുതിയ നിയമം കൊണ്ടുവന്നത്. അത് സ്ത്രീകൾക്ക് തുല്യാവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമായതുകൊണ്ട് അത് ആണ് നിലനിൽക്കുക എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ രണ്ട് നിയമങ്ങൾ കൂടെ അതിൻ്റെ ആ പ്രധാനപ്പെട്ട ആ പ്രൊവിഷൻസും കൂടെ ഒന്ന് വായിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ വാദങ്ങൾ അംഗീകരിക്കാനും ഉള്ള ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ നിയമങ്ങളും കൂടെ ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ കേരള ജോയിൻറ്റ് ഹിന്ദു ഫാമിലി സിസ്റ്റം എബോളിഷൻ ആക്ട് 1975 തന്നെ നോക്കാം. അപ്പോൾ അത് നിലവിൽ വന്നത് 1/12/1976 അതിനു മുമ്പ് അത് പ്രസിഡൻറ്റിൻ്റെ അസെൻ്റൊക്കെ കിട്ടുന്നുണ്ട് 10th August 1976. അപ്പോൾ ഈ നിയമപ്രകാരം ഇതിൽ ഈ എന്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്നാണ് ആദ്യം ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡെഫിനിഷൻ ഒന്ന് നോക്കേണ്ടതുണ്ട്. സെക്ഷൻ 2 അത് പറയുന്നത്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി മീൻസ് എ ഹിന്ദു ഫാമിലി വിത്ത് കമ്മ്യൂണിറ്റി ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഇൻക്ലൂഡ്സ്. അപ്പോൾ ഇത് ഒരു ജോയിൻ്റ്ലി ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ള ഹിന്ദു ഫാമിലി ആയിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട. അപ്പോൾ ബാക്കി അതിൻ്റെ ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് ഓർ താവഴി ഗവേൺഡ് ബൈ ദ മദ്രാസ് മർമക്കത്തായം ആക്ട് 1932, അതുപോലെ ട്രാവങ്കൂർ നായർ ആക്ട്, അങ്ങനെയുള്ള കുറേ കൊച്ചിൻ നായർ ആക്ട്, മരുമക്കത്തായം ആക്ട്, അങ്ങനെ കുറേ ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനത്തെ തറവാട് എന്നുള്ളൊരു കൺസെപ്റ്റ് ആ വക നിയമത്തിലാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു തറവാടിൻ്റെ പേരിൽ, അതായത് ആ തറവാട്ടിലെ എല്ലാ മെമ്പർമാർക്കും ജോയിൻറ്റ് ഓണർഷിപ്പ് വരുന്നതായിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള ഹിന്ദു ഫാമിലീസ്, അതാണ് ഈ ജോയിൻറ്റ് ഹിന്ദു ഫാമിലീസ്. വെറുതെ 4 ഹിന്ദുക്കൾ ഒരു വീട്ടിൽ താമസിച്ചതുകൊണ്ട് കാര്യമില്ല. അവർ ഒറ്റയ്ക്ക് വേറെ പ്രോപ്പർട്ടിയും മേടിച്ചതുകൊണ്ടും ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ആവില്ല. അതേസമയം അവർക്ക് ജോയിൻറ്റ് ഓണർഷിപ്പിലായിരിക്കും ആ ഭൂമി ഉണ്ടാവുക. അതായത് ആ ഒരു തറവാടിൻ്റെ ഭൂമിയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അത്തരം കുടുംബങ്ങളെയാണ് നമ്മൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ സെക്ഷൻ 3 പറയുന്നത് ബർത്ത് ഇൻ ഫാമിലി നോട്ട് ടു ഗിവ് റൈറ്റ്സ് ടു റൈറ്റ് ഇൻ പ്രോപ്പർട്ടി. ഈ നിയമം വന്നതോടുകൂടി നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ള കാര്യം കൊണ്ടും അവരുടെ വീട്ടിൽ ജനിച്ചു എന്നുള്ള കാര്യം കൊണ്ടും നമുക്ക് അവരുടെ ഭൂമിയിൽ വസ്തുവിൽ നമുക്ക് അവകാശം വരില്ല എന്നുള്ളതാണ് സെക്ഷൻ 3 പറയുന്നത്. ഇതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യണം. അങ്ങനെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതാണ് ഈ നിയമം. അപ്പോൾ ഇതിൽ സെക്ഷൻ 4 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ കേസിൽ ഇവിടെ ആ റെസ്പോണ്ടൻസിൻ്റെ എതിർഭാഗം മകൻ്റെ ഭാഗത്തു നിന്നുള്ള വക്കീൽമാർ ഉന്നയിക്കുന്ന ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് ഈ സെക്ഷൻ പ്രകാരമാണ്. അത് സെക്ഷൻ 4 പറയുന്നത് ജോയിൻറ്റ് ടെനൻസി ടു ബി റീപ്ലേസ്ഡ് ബൈ ടെനൻസി ഇൻ കോമൺ എന്നാണ് പറയുന്നത്. അതായത് ഈ മരുമക്കത്തായം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു ജോയിൻറ്റ് ടെനൻസിയാണ്. അത് കോപ്പാർസിനറി എന്നൊക്കെ പറയും. അതായത് ജോയിൻറ്റ് ഓണർഷിപ്പാണ് അവിടെ എല്ലാവർക്കും ഉള്ളത്. അത് മാറ്റിയിട്ട് ടെനൻസി ഇൻ കോമൺ ആവണം. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഓണർഷിപ്പായിട്ട് മാറുകയാണ് ഈ നിയമം ഈ 4th ഇതിൽ വരുമ്പോൾ. അപ്പോൾ അതിൽ പറയുന്നത് ബി ഡീംഡ് ടു ഹോൾഡ് ഇറ്റ് ആസ് എ ടെനൻസ് ഇൻ കോമൺ ആസ് ഇഫ് എ
partition had taken place among all the members of that undivided Hindu family as respects such property, and as if each one of them is holding his or her share separately as full ഓണർ ദെയർ ഓഫ്. ഇവിടെയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ എന്ന് ഈ എതിർഭാഗം വക്കീൽ പറയുന്നത്. കാരണം ഈ ആക്ട് എഫക്റ്റിൽ വരുന്നത് 1/12/1976 അപ്പോൾ അന്ന് മുതൽ ഈ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ള ഒരു തറവാട്ടിൻ്റെ പ്രോപ്പർട്ടി അന്ന് മുതൽ പാർട്ടീഷൻ കഴിഞ്ഞത്, ആസ് ഇഫ് പാർട്ടീഷൻ ഹാഡ് ടേക്കൺ പ്ലേസ് എന്നാണ് പറയുന്നത്. അന്ന് മുതൽ പാർട്ടീഷൻ നടന്നതായിട്ട് കണക്കാക്കും. എന്നിട്ട് ആസ് ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഈസ് ഹോൾഡിങ് ഹിസ് ഓർ ഹെർ ഷെയർ സെപ്പറേറ്റ്ലി എന്നാണ്. ആ പാർട്ടീഷൻ കഴിഞ്ഞ് സെപ്പറേറ്റ്ലി ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ കണക്കാക്കും എന്ന് നിയമം സെക്ഷൻ 4 പറയുന്നത് കൊണ്ടാണ് അതിനെ സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാദമാണ് ആ കേസിൽ എതിർഭാഗത്തുള്ള റെസ്പോണ്ടൻസിൻ്റെ, അതായത് മകൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പാർട്ടീഷൻ കഴിഞ്ഞു, അപ്പോൾ ഇവിടെ പിന്നെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എന്നുള്ളത് ഈ 1/12/1976 ശേഷം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ നിയമത്തിൽ പിന്നെ ഇത് വളരെ ചെറിയൊരു നിയമമാണ്, ആകെ ഒരു 7 സെക്ഷൻ മാത്രമുള്ള ഒരു നിയമമാണ്. ഇതിൽ 6ാമത്തെ സെക്ഷനിൽ പറയുന്നത് ഒരു ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഓഫ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഫോർ ഡെപ്റ്റ്സ് കോൺട്രാക്റ്റഡ് ബിഫോർ ആക്ട് നോട്ട് എഫക്ട്. ഈ ആക്ട് വരുന്നതിന് മുമ്പ് ആ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഡെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം കഴിഞ്ഞു എന്ന് പറയും. സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആളുകളുടെ ഭൂമിയിലേക്ക് ആ ഡെപ്റ്റ് ഒന്നും ബാധിക്കില്ല എന്നുള്ളതാണ് അത് പറയുന്നത്. പിന്നെ 7ാമത്തെ സെക്ഷനിൽ റിപ്പീലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ട്രാവൻകൂർ നായർ ആക്ട്, ഈഴവ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ, ചെറിയ ചെറിയ നിയമങ്ങൾ ഉണ്ടാവുന്നു പ്രാദേശികമായിട്ട് ഹിന്ദു സക്സഷനെയും അല്ല ഇതിനൊക്കെ ബന്ധിച്ചിട്ടുള്ള. ആ നിയമങ്ങളെല്ലാം തന്നെ റിപ്പീൽ ചെയ്ത് കളയുന്നുണ്ട് ഈ ആക്ടോടുകൂടി. ഇനി ഇത്രയേ ഉള്ളൂ ഈ ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 4 ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇനി നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ടിലേക്ക് വരികയാണെങ്കിൽ 1956 ആണ് ഒറിജിനൽ ആക്ട്. അതിൽ 2005 ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഈ കേസിന് ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ഓവർ റൈഡിങ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ ഈ ഹിന്ദു സക്സഷൻ ആക്ട് വന്നതിന് ശേഷം, കമൻസ്മെൻറ്റിന് ശേഷം ഇതിൽ ഏതെങ്കിലും പ്രൊവിഷനുകൾക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടോ മറ്റെന്തെങ്കിലും നിയമങ്ങളിൽ ഏതെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഈ ഹിന്ദു സക്സഷൻ ആക്ടിലെ പ്രൊവിഷൻ ആയിരിക്കും നിലനിൽക്കുക. അതാണ് ഈ ഓവർ റൈഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് മറ്റൊരു നിയമത്തിൽ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ നിലനിൽക്കില്ല, മറിച്ച് ഹിന്ദു സക്സഷൻ ആക്ടിലെ പ്രൊവിഷൻ ആയിരിക്കും നിലനിൽക്കുക എന്നുള്ളതാണ് സെക്ഷൻ 4 കൊണ്ട് പറയുന്നത് ഈ ഓവർ റൈഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഇവിടെ ഈ വിധിയിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്, അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ പുതിയ അമെൻമെൻറ്റ് 2005 അമെൻമെൻറ്റിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിൽ ഉന്നയിച്ച ആരോപണം ഈ സെക്ഷൻ 6 ബേസ് ചെയ്തിട്ടാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. അതായത് ഡെവല്യൂഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പാർസിനറി പ്രോപ്പർട്ടി. ഇവിടെയാണ് ബൈ ബർത്ത് കിട്ടും, ഈ മകൾക്ക് ബൈ ബർത്ത് റൈറ്റ് ഉണ്ടെന്ന് പറയുന്ന സെക്ഷൻ 2005 ആഡ് ചെയ്ത സെക്ഷൻ ഇതാണ്. ഈ സെക്ഷൻ ഇതാണ് പറയുന്നത്: ഓൺ ആൻഡ് ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഹിന്ദു സക്സഷൻ അമെൻമെൻറ്റ് ആക്ട് 2005, in a joint Hindu family governed by the Mitakshara law, the daughter of the Koparsinar shall by birth become a Koparsinar in her own right and same manner as the son. അപ്പോൾ ഇതിൽ പറയുന്നത് ചുരുക്കം പറയുകയാണെങ്കിൽ 1-2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇതിൽ പറയുന്നത് ഇൻ എ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ഗവേൺഡ് ബൈ മിഡാക്ഷര ലോ എന്ന് പറയുമ്പോൾ ഇത് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ആയിരിക്കണം. അപ്പോൾ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയുടെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ മറ്റേ ആക്ടിൻ്റെ അകത്ത് നമ്മൾ കണ്ടു. അപ്പോൾ അത് ജോയിൻ്റ് ഓണർഷിപ്പൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഒറ്റയ്ക്ക് ഒരാൾ സ്ഥലം വാങ്ങിയിട്ട് ഒരു അച്ഛൻ സ്വന്തം കാശ് കൊടുത്ത് സ്ഥലം മേടിച്ച ഒരു പ്രോപ്പർട്ടി ഇൻഡിവിജ്വലി ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് ഈ വക റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ആയിരിക്കണം. അതുപോലെ തന്നെ ഡോട്ടർ ഓഫ് എ കോപ്പാർസിനർ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കോപ്പാർസിനർ എന്ന് പറയുന്നത് ജോയിൻറ്റ് ഓണർഷിപ്പുള്ള, അതായത് ആ തറവാട്ട് പ്രോപ്പർട്ടിയിൽ ജോയിൻറ്റ് ഓണർഷിപ്പുള്ള ഒരാൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ തറവാട്ട് പ്രോപ്പർട്ടിയിൽ 10 പേരുണ്ട്, ആ 10 പേരിൽ ഒരാളാണ് ഞാൻ, ഒരു അവകാശം എനിക്കുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ കോപ്പാർസിനർ ആവുന്ന ആ പ്രോപ്പർട്ടിയുടെ. അപ്പോൾ ആ അവകാശത്തിൽ എനിക്കൊരു മകൾ ജനിച്ചു കഴിഞ്ഞാൽ ആ മകൾക്കും ബൈ ബർത്ത് എൻ്റെ റൈറ്റ് വരികയാണ്. റൈറ്റ്സും ലയബിലിറ്റീസും ഒക്കെ ഒരു കോപ്പാർസിനറുടെ ഇത് അവർക്ക് കൂടി വരികയാണ് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബേസിലാണ് ഈ കോടതി വിധി ഉണ്ടായിട്ടുള്ളത്.
ഇതിൽ ഹിന്ദു സക്സഷൻ ആക്ടിൽ മറ്റ് പ്രൊവിഷൻസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ പ്രധാനമായും സെക്ഷൻ 8, സെക്ഷൻ 10 ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരു മെയിൽ മെമ്പർ മരിച്ചു കഴിഞ്ഞാൽ, ഒന്നും എഴുതി വെക്കാതെ മരിച്ചു കഴിഞ്ഞാൽ ഇൻ്റർസ്റ്റേറ്റ് സക്സഷനിലൊക്കെ ക്ലാസ് 1 ഷെയർസ്, അതായത് ഭാര്യ, മക്കൾ, പിന്നെ അമ്മ, ഇവർക്കൊക്കെ ഷെയർ കിട്ടും. ഈക്വൽ ഷെയറാണ് അതിൽ വരുന്നത് മക്കൾക്കൊക്കെ. അത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ സെക്ഷൻ 10-ലൊക്കെയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് എന്നുള്ളത് ഒക്കെ പറയുന്നത് അവിടെയാണ്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വീണ്ടും ഇതിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുള്ള കണ്ടിട്ടാണ് വിധി വന്നിട്ടുള്ളത്. എങ്കിലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഹിന്ദു സക്സഷൻ ആക്ട് 6-ന്റെ അകത്ത് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇതൊരു ഹിന്ദു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ പെടുന്ന വസ്തുവാണെങ്കിൽ ബൈ ബർത്ത് ഈക്വൽ റൈറ്റ്, സണ്ണിൻ്റെ അതേ മകനുള്ള അതേ അവകാശം തന്നെ മകൾക്കും ഉണ്ടെന്ന് പറയുന്നു. ശരി, അത് വളരെ കൃത്യമാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി പ്രകാരം പോകുന്ന കുടുംബത്തിലെ ഒരു ഫാമിലിയിലെ വസ്തുവിനെ പറ്റിയാണ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതാണ് പറയുന്നത്. എന്നാൽ നമ്മളുടെ സെക്ഷൻ 4 മറ്റു നിയമത്തിലെ സെക്ഷൻ 4-ൽ പറയുകയാണെങ്കിൽ, അതായത് എബോളിഷൻ ആക്ട്, ഹിന്ദു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം എബോളിഷൻ ആക്റ്റിൽ പറയുന്നത് എന്താണ്? നമ്മളുടെ ഇവിടെ 1/12/1976 മുതൽ ഈ സിസ്റ്റം എബോളിഷ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അന്ന് മുതൽ ഇതുവരെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിന്നിരുന്ന പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പാർട്ടീഷൻ നടന്നതായിട്ട് കണക്കാക്കും, നിയമം തന്നെ കണക്കാക്കും. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പാർട്ടീഷൻ അന്ന് മുതൽ നടന്നു. അതിനുശേഷം കേരളത്തിൽ ഈ 76 ഡിസംബർ 1 മുതൽ കേരളത്തിൽ അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി പ്രോപ്പർട്ടി ഇല്ല എന്നൊരു നിയമം പറയുന്നു. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹിന്ദു സക്സഷൻ ആക്ടിൽ എവിടെയാണ് ഇങ്ങനെ ഒരു എബോളിഷൻ അല്ലെങ്കിൽ ഇത് നിർത്തലാക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ നിർത്തലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ അതിന് അഗെയിൻസ്റ്റ് ഒരു നിയമം ഉണ്ടെങ്കിൽ അത് റിപ്പീൽ ചെയ്ത് പോകും. അത് ഇതിന് ഓവർ റൈഡിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് കാണുന്നില്ലെങ്കിൽ എന്തായാലും കോടതി അതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈക്വൽ റൈറ്റ്സ് മകൾക്ക് കിട്ടണം അല്ലെങ്കിൽ ലേഡീസിന് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് ഈ വിധി വന്നിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ള നിയമങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിനെക്കുറിച്ച് ലളിതമായി പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തു തന്നെയായാലും ഈ വിധിയിൽ ഇനിയൊരു അപ്പീലൊക്കെ പോയിട്ട് അത് മാറുന്നത് വരെ ഇനി ഇത് തന്നെയായിരിക്കും പ്രൊവിഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഭൂമിയൊക്കെ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് പഴയ തറവാട്ടുകാരുടെ ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഭൂമികളൊക്കെ വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ലീഗൽ ഒപ്പീനിയനൊക്കെ കൊടുക്കുമ്പോൾ നമ്മളും അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഇതിപ്പോൾ വിൽപ്പത്രം കൊടുക്കുന്നതിന് മാത്രമല്ല തടസ്സം വരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇതുപോലെ ഉള്ളൊരു തറവാട്ട് പ്രോപ്പർട്ടി എനിക്ക് കിട്ടിയതാണെങ്കിൽ, ഭാഗം കഴിഞ്ഞ് കിട്ടിയതാണെങ്കിൽ തന്നെ കേരളത്തിൽ ഇനിയിപ്പോൾ അങ്ങനത്തെ ഭൂമി ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ വിധിയുടെ ബേസിൽ ഞാൻ എൻ്റെ ഭൂമി വിൽക്കുമ്പോൾ നാളെ എൻ്റെ മകൾ വന്നിട്ട് പറയുകയാണ് എനിക്കും കൂടെ അവകാശപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്, അത് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വാങ്ങിയ ആൾക്കെതിരെ കേസ് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നവർ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കൂടെ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വിധിയെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിശകലനം നടത്തിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ചർച്ചയാകാമല്ലോ ഇതിനെക്കുറിച്ചിട്ട്. എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.